ദൃശ്യം 3 സിനിമയുടെ ടീസർ പുറത്തു വരാൻ പോവാണ്. ഏകദേശം ആ ഒരു ടീസർ അവരാണെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിക്കൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു നമ്മുടെ ജോർജ് കുട്ടിയുടെ ആ ഒരു റേഞ്ച് എന്തായിരിക്കും എന്ന് കാണിച്ചു തരുന്നൊരു ടീസറായിരിക്കും ഈ ഒരു മൂന്നാം ഭാഗത്തിൻ്റെ വരുന്നൊരു ടീസർ. എനിക്ക് ആ ഒരു ടീസറിൻ്റെ ആണെങ്കിൽ ഒരു ചെറിയൊരു പിക്ക്, അതായത് ദൃശ്യം എന്നെഴുതിയേക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന രീതിക്കത്തെ ഒരു ഫോട്ടോസാണ് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് വാഴത്തോട്ടമൊക്കെ ഉണ്ട് ജോർജ് കുട്ടിക്ക്. ആ വാഴത്തോട്ടത്തിൻ്റെ ഒക്കെ നടുക്കായിട്ട് ഒരു സ്ഥലത്താണ് അത് എഴുതി കാണിച്ചിരിക്കുന്നത്. ആ എഴുതി കാണിച്ചിരിക്കുന്ന ഭാഗത്തിലെ മണ്ണ് കുറച്ച് പൊങ്ങിയിരിപ്പുണ്ട്. അവിടെ ആരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. അപ്പം ഇനിയും ഇതെങ്ങനായിരിക്കും ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ടീസറിൽ. കാരണം ജിത്തു ജോസഫ് നമുക്ക് ഈ ത്രില്ലർ സിനിമകളുടെ ടീസറൊക്കെ കാണുമ്പോഴാണെങ്കിലും ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഐഡിയാസ് കിട്ടുമോ, ഇങ്ങനെ അങ്ങനെ അത് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആ സിനിമ കാണുന്ന ഒരു ആസ്വാദനത്തിൽ അത് ബാധിക്കും. അതുകൊണ്ട് അവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിക്കായിരിക്കും ടീസർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഒക്കെ കട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. എങ്കിലും കാണുമ്പോൾ നമുക്കൊരു ഇത് ഓക്കെയാണ്, ഇത് പ്രോമിസിങ് ആണ് എന്ന് ഫീൽ ചെയ്യിച്ചാൽ അത് അവരുടെ വിജയമാണ്. എന്തായാലും ടീസർ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്, ടീസർ പുറത്ത് വരും എന്നുള്ളൊരു അപ്ഡേറ്റ് പുറത്തും വിടുമെന്നുള്ളൊരു ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ടീസറിന് വേണ്ടി കട്ട കാത്തിരിപ്പാണ്. തേർഡ് പാർട്ടിൽ ജിത്തു ജോസഫ് എന്തൊക്കെയാണ് നമ്മളെ ഒന്ന് വിസ്മയിപ്പിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള ട്വിസ്റ്റുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഉള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു ഡബിൾ ട്വിസ്റ്റ് 3ൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വരുണിൻ്റെ ഈ ഒരു സംഭവം അല്ലാതെ വേറെന്തെങ്കിലും ഒരു സംഭവം കൂടെ അവർ പുതുതായിട്ട് കൊണ്ടുവരുമെന്ന് നല്ലൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെയൊക്കെ കാര്യമാണെങ്കിലും ഹെവി ആയിട്ടാണ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്കാ ബിസിനസ്സൊക്കെ നടക്കാൻ, നല്ലതായിട്ട് ബിസിനസ് നടക്കാൻ പോകുന്ന ഒരു പടം തന്നെയായിരിക്കും ദൃശ്യം 3 എന്ന് പറഞ്ഞാൽ. നിലവിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. അതിൻ്റെ കൂടെ പോസിറ്റീവ് കൂടെ ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല. ചിലപ്പോൾ ലോകയുടെ ഒക്കെ ഒരു കളക്ഷനൊക്കെ തൂക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, അതുപോലെ തന്നെ ഈ ഒരു ടീസറിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.